ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ പിറന്ന കുഞ്ഞ് 1 മാസമായി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി എത്തിയ കുടുംബം അനുഭവിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ വലിയ ദുരിതമാണ്. കുഞ്ഞിന്റെ ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടേഴ്സിനെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനനീതി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് മുൻപിൽ 1 മാസമായി വേദനയോടെ കാത്തിരിക്കുകയാണ് ഒരച്ഛനും അമ്മയും. അസാധാരണ വൈകല്യത്തോടെ പിറന്ന തങ്ങളുടെ കുഞ്ഞ് എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ. കഴിഞ്ഞ മാസം 15-ന് ശ്വാസം മുട്ടലിനെ തുടർന്നാണ് കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. 17-ന് തിരുവനന്തപുരം SATയിലേക്ക് മാറ്റി. പിന്നീട് ഏറെ ദിവസം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. കുഞ്ഞ് ജനിച്ച നാൾ മുതൽ പിതാവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണമാണ് ആശുപത്രിയിൽ മാതാപിതാക്കളുടെ വിശപ്പകറ്റുന്നത്. കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമാക്കി സർക്കാർ ഉത്തരവിറക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുവെന്ന് പിതാവ് അനീഷ് പറയുന്നു. ഞാൻ 5 മാസത്തോളമായി ജോലിക്ക് പോയിട്ട് എൻ്റെ വീടിന് ലോണുണ്ട്. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് എവിടുന്നാണ് നീതി ലഭിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് എവിടുന്നാണ് നീതി ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇതിന് കാരണക്കാരായ ആലപ്പുഴ WNCയിലെ 2 ഡോക്ടർമാരും ശങ്കേഴ്സ് മിഡാസ് എന്ന് പറയുന്ന ലാബുകൾക്കും എതിരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ലാബുകൾ പൂർവാധീന ശക്തിയോടുകൂടി വീണ്ടും പ്രവർത്തിക്കുന്നു. ഡോക്ടർമാർ വീണ്ടും അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കുഞ്ഞും ഞാനുമായിട്ട് 4 മാസത്തോളമായി ആശുപത്രി കയറിയിറങ്ങാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനനീതി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇവിടുത്തെ അധികാരികളും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളും ഒരു സമരപരിപാടിയുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ ജനങ്ങളോടൊപ്പം അറിഞ്ഞു വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഡോക്ടർമാർക്ക് സംഘടനയുണ്ട്, IMA ഉണ്ട്, KGMO ഉണ്ട്, KGMACT ഉണ്ട്. KPCC ജനറൽ സെക്രട്ടറി M. ലിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വളരെ ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു വിഷയത്തിൽ അനീഷിനെ സുറുമിയുടെയും കുഞ്ഞിന് ഈ ഗുരുതരമായ വൈകല്യമുണ്ടായി. അവിടെ ചികിത്സാ പിഴവുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവിന് ശേഷം ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനും ആ കുടുംബത്തിനും പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പിന്മാറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, തുടർച്ചയായ ആശുപത്രിയിൽ പോയി നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു അമ്മയ്ക്ക് വൈകല്യങ്ങളൊരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ അത് ഡോക്ടർമാരുടെ കൃത്യമായ പിഴവ് മൂലമാണ്. കൃത്യമായ ജനിതക വൈകല്യങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കാനും അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കാനുള്ള നടപടികൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്, അതുണ്ടായിട്ടില്ല. 2, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതൊരു ഭരണകൂടത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭരണകൂടം ആ കാര്യത്തിൽ ആ കുടുംബത്തിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കണം. അതും ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞുമായിട്ട് അവർ തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരുന്ന് പോലും പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുമെന്നാണ് ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞ് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ ഏറെ സമയമെടുക്കുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ പറയുന്നത്. ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് ഇപ്പോഴും ശ്വസിക്കുന്നത്. ന്യൂമോണിയ വിട്ടുമാറിയിട്ടില്ല. കുഞ്ഞ് ജനിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. 2024 നവംബർ 8-നായിരുന്നു ജനനം. 3 മാസം കഴിഞ്ഞിട്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല. കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേദനയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഷിബു കണിയാങ്കുളത്തിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ.